ഹായ്, അതുണ്ടല്ലോ മുടിയൊക്കെ ചെയ്ത് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. എൻ്റെ കയ്യിൽ കൂടുതലും ഷോപ്പിംഗ് വീഡിയോസ് ആണ് ഉള്ളത്. വേറെ ഒന്നുമില്ല, ഇത് കുറേ നാൾ മുമ്പുള്ള വീഡിയോ ആണ്. ഓണത്തിൻ്റെ വീഡിയോ ആണ്. ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ പോയ വീഡിയോ ആണ്. ഫ്രണ്ടിൽ പോകുന്ന ആളാണ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ സ്കാർബ്രോയിലുള്ളവർക്ക് അറിയാം, റോയൽ കേരള എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് പോയത്. എൻ്റെ ഫേവറേറ്റ് ഷോപ്പിംഗ് സ്പോട്ടാണ്. നാട്ടിലെ സാധനങ്ങൾ മുഴുവൻ കിട്ടും. എല്ലാവർക്കും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രോസറി മേടിക്കാൻ പോകുന്നത് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. ഇവളെല്ലാം എന്നെ എപ്പോഴും കളിയാക്കും. പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല, പക്ഷേ ഗ്രോസറി മേടിക്കാൻ അങ്ങനെ കടയിൽ പോകുന്നത് പറഞ്ഞാൽ ഞാൻ ചാടി ഇറങ്ങും. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എല്ലാ അയിലും കയറി നടക്കാനായിട്ട്. ഇത് പാവിയലിൻ്റെ കഷ്ണമാണ്, നമ്മളവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓണത്തിന് വേണ്ടിയിട്ട് അന്ന് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ തേങ്ങ വാങ്ങിച്ചു. ഫ്രോസനാണ് മേടിച്ചത്. നമുക്ക് കുറേ നാൾ ഇരിക്കുമല്ലോ, കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ ഞാൻ ആദ്യം പോയി തൊട്ടത് നമ്മുടെ ഈസ്റ്റേണിൻ്റെ പാലട അതിലാണ്. പിന്നെ നമ്മൾ അന്ന് ഓണത്തിന് വേണ്ടുന്ന കുറേ സാധനങ്ങൾ എടുത്ത് അന്ന് ഇടണമെന്നൊക്കെ വിചാരിച്ചത്. ഞാൻ പിന്നെ എനിക്ക് മടിയായിരുന്നു ഈ ഒരു വീഡിയോ ഇടാനും അതിനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്തോ ഒരു ഇതിൻ്റെ പുറത്ത് അങ്ങ് ചെയ്ത് തുടങ്ങിയതാണ്. ഇങ്ങനെ എല്ലാ അയലിലും കയറി ഓരോ സാധനങ്ങൾ നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് ശരിക്കും അമ്മമാരൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കിയെടുക്കുന്നതിൻ്റെയും അങ്ങനെ ഇതിന് ഇവിടെയൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ പുതിയ സാധനം കാണുമ്പോഴത്തേക്കിനൊക്കെ എന്താണ് ഇഷ്ടം എന്നൊക്കെ എനിക്കിങ്ങനെ മനസ്സിലായി തുടങ്ങിയത്. ഇത് നമ്മൾ അവിടെ നിന്ന് മേടിച്ച് ഞാൻ ഇവിടുന്ന് ശർക്കര മേടിച്ചിട്ടൊന്നും എനിക്ക് നല്ലത് കളറുള്ള ശർക്കര കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കിനും എനിക്ക് ശരിക്കും നല്ല കളറുള്ള ശർക്കര കിട്ടാൻ തുടങ്ങിയത്. പായസമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല കളറുണ്ട്. പിന്നെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനം പഴംപൊരി. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത്തക്കാപ്പം എന്ന് പറയുമ്പോൾ ഇവർക്ക് ആർക്കും മനസ്സിലാവത്തില്ല. അതെന്ത് അപ്പം എന്ന് ചോദിക്കും. പിന്നെ അത് പഴംപൊരി എന്ന് പറയുമ്പോഴത്തേക്കിനാണ് അതിനെയാണോ എന്ന് പറയും. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ വായിൽ പഴംപൊരി എന്ന് പറയും, ഇടയ്ക്ക് ഏത്തയ്ക്കപ്പം എന്ന് പറയും. ഇവിടെ വന്നൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് ഇതുണ്ട്. നമ്മൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ട് ഫ്രോസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പാക്കഡ് ആയിട്ടുള്ള ഓണസദ്യ $55 ആയിരുന്നു. പിന്നെ ഇതന്ന് നമ്മൾ അട വെച്ചായിരുന്നു, അട പായസം വെച്ചായിരുന്നു, പിന്നെ സേമിയ വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന്. അപ്പോൾ നമ്മൾ 3 ഇട്ടിട്ട് ഞാനിങ്ങനെ ഏതാ വില അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലുള്ള അങ്ങനെയൊക്കെ നോക്കുക. പണ്ടൊക്കെ അമ്മയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും സാധനം പോയി മേടിച്ചുകൊണ്ട് വരത്തേ ഉള്ളായിരുന്നു. അപ്പം ഇപ്പോഴാണ് അതിൻ്റെ ഇതൊക്കെ അന്നൊക്കെ അമ്മ പറയുമ്പോൾ അമ്മയോടൊക്കെ നമുക്ക് അമ്മയോട് ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇത് എന്തെങ്കിലും മേടിച്ചാൽ പോലെ എന്നൊക്കെ. ഇപ്പോഴാണ് മനസ്സിലായി നല്ലപോലെ കുക്ക് ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ടാവണം, നല്ല സാധനം കിട്ടണം, അങ്ങനെയൊക്കെ. ലാസ്റ്റ് ഞാൻ കുറേ തപ്പി തേടി ഡബിൾ ഹോസ്റ്റിൽ വന്ന് നിന്നു. പിന്നെ അവിടെ ടേസ്റ്റി നേബിൾസിൻ്റെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് അറിയില്ല, നല്ലതാണോ ഇല്ലയോ എന്നറിയത്തില്ല. ചിലർ നല്ലതെന്ന് പറയുന്നുണ്ട്, ചിലർ നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് മസാലകൾ. ഒന്ന് കിച്ചൺ ട്രഷേഴ്സിൻ്റെ, 2 ഈസ്റ്റേണിൻ്റെയാണ്. എനിക്ക് ഏറ്റവും ഭയങ്കര ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇട്ടാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന ഈ 2 എണ്ണമാണ്. അത് നമ്മുടെ അമ്മമാരുടെ ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ അമ്മമാർ ഏത് മസാലാസാണോ ഫോളോ ചെയ്യുന്നത്, ആ മസാലാസ് ഫോളോ ചെയ്യാനായിട്ട് നമുക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും. എനിക്കെപ്പോഴും പറഞ്ഞാൽ ഈസ്റ്റേണും കിച്ചൺ ട്രഷേഴ്സുമാണ്. സാമ്പാർ പൗഡറിന് മാത്രം ഞാൻ ബ്രാഹ്മിൻസ് നോക്കും. പിന്നെ അവിടെ നമ്മുടെ ഫിഷും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കിതെല്ലാം ഇങ്ങനെ നോക്കി നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എന്തൊക്കെയുണ്ട് ഇന്ത്യൻ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നതേ വളരെ കുറവാണ്. ഇപ്പം റോയൽ കേരളയിൽ വരുമ്പോൾ നമുക്കൊരു കേരളത്തിലെ ഒരു ഷോപ്പിൽ പോയ പോലെയാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് നോട്ടായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വാങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിന്നാൾ എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറേ നാളായിട്ട് ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കുന്ന സാധനം, ഞാൻ വിളക്ക് കത്തിക്കാനുള്ള സാധനങ്ങളും എല്ലാം മേടിച്ചത് ഇവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തൊട്ടപ്പുറത്ത് റോയൽ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി ചായയും കട്ട്ലേറ്റും അങ്ങനെ അതെല്ലാം കഴിച്ചു. ഒന്ന് സെറ്റായി. എന്നിട്ട് ഇത്രേ ഉള്ളൂ. ബൈ.